ഇന്ന് ഓഗസ്റ്റ് 15 ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. ഡാരിസും കെവിനും വീട്ടിലുണ്ട്. രണ്ടുപേർക്കും ഇന്ന് പോകണ്ട. അപ്പം ഞങ്ങൾ വിചാരിച്ചു പുറത്തെവിടെങ്കിലും ഒന്ന് കറങ്ങാൻ പോവാന്ന്. അങ്ങനെ ഞങ്ങൾ ലുലു മാളിലേക്ക് പോകാന്നുള്ള തീരുമാനത്തിലെത്തിയേ. ഞങ്ങൾ 3 പേരും റെഡി ആയതിനു ശേഷം കേട്ടോ ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത്, ഞങ്ങൾ 3 പേരും ഇന്ന് ബ്ലാക്ക് കളർ ഡ്രസ് ആട്ടോ ഇട്ടേക്കുന്നത്. ഈ ഒരു ചെടി കണ്ടോ, നല്ല ഭംഗിയായിട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഞാനാണെങ്കിൽ ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് പൊന്നു പോലെ നോക്കുന്നൊരു ചെടിയാണ്. ഇന്നലെ വൈകിട്ട് വരെ ഇതിനകത്ത് നിറച്ച് പൂക്കൾ ഉണ്ടായിരുന്നു കേട്ടോ. ഇന്ന് രാവിലെ ആകുമ്പത്തേനും ആരോ പൂക്കൾ പൊട്ടിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ നല്ല വിഷമമായിട്ടുണ്ടായിരുന്നു. പോയത് പോയി, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങൾ അങ്ങനെ ലുലുവിൽ എത്തി കേട്ടോ. ഇപ്പൊ ആണെങ്കിൽ വെസ്റ്റ് സൈഡിലും സ്റ്റുഡിയോയിലൊക്കെ സെയിൽ കിടക്കുന്നുണ്ട്. അപ്പൊ ചുമ്മാ ഒന്ന് അതിൽ കയറി നോക്കിയിട്ടുണ്ടായിരുന്നു. ഒന്നും വാങ്ങിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഓഫറിൽ സാധനങ്ങൾ ഇരിക്കുന്ന കാണുമ്പോൾ ഒരു മനസ്സുഖം. ആ ഒരു സുഖത്തിന് വേണ്ടിയിട്ട് ചുമ്മാ ഒന്ന് അതിൽ കയറി നോക്കി. അവിടുന്ന് ലുലു ഹൈപ്പർ മാർക്കറ്റിലേക്ക് ആട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നിറയെ ഫ്ലാഗ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പൊ കെവിന് ഒരു ഫ്ലാഗ് വേണമെന്ന് പറഞ്ഞ് അങ്ങനെ കെവിന് ഫ്ലാഗ് ഒക്കെ വാങ്ങിച്ചു കൊടുത്തു. ആശാന് ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഈ കാര്യമായിട്ട് നോക്കുന്ന വണ്ടികളൊക്കെ ഉണ്ടല്ലോ, വാങ്ങിക്കാൻ വേണ്ടിയിട്ടല്ല, പക്ഷെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. കണ്ണിലിട്ടാ കാണാത്താണെങ്കിലും നല്ല പൈസ ഉണ്ട് അതിനൊക്കെ. ഒരുപാട് നാളുകൾക്ക് ശേഷം എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു സാധനം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, കടച്ചക്ക. പണ്ട് വീട്ടിലുണ്ടായിരുന്ന സമയത്ത് ഇനി വലിയ വിലയൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ. എപ്പോഴും കിട്ടുന്നോണ്ടാന്ന് തോന്നുന്നുണ്ട്, വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ കൊതിയാട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. കടച്ചക്കയ്ക്ക് 1 കിലോയ്ക്ക് 179 രൂപയാണ്. ഉണ്ണിയപ്പം എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു സാധനം കേട്ടോ. ഈ ഇടയായിട്ട് ഞാൻ എവിടെ കണ്ടാലും ഉണ്ണിയപ്പം വാങ്ങിക്കാറുണ്ട്. ഇപ്പൊ പിന്നെ മധുരം കുറയ്ക്കലിന്റെ ഭാഗമായിട്ട് ഞാൻ ഉണ്ണിയപ്പം വാങ്ങിച്ചില്ല കേട്ടോ. ഉണ്ണിയപ്പം അവിടെ തിരിച്ചു വെച്ചു. ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് തന്നെ ഫുഡ് നല്ല അടിപൊളിയായിട്ട് അവരിങ്ങനെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ അവിടുന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് പാസ്ത ആട്ടോ. മധുരം കൂടുതലാണ്, ഉണ്ണിയപ്പം വേണ്ടാന്ന് പറഞ്ഞ് ഞാൻ തിരിച്ചു വെച്ചിട്ട് പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് എന്താണെന്നറിയോ, പാലട പായസം. അതിനാകുമ്പോൾ പിന്നെ തീരെ മധുരം ഇല്ലല്ലോ. പായസം കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നല്ല കൊതിയായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് പായസം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പായസമൊക്കെ ഉണ്ടല്ലോ, വളരെ കുറച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പാസ്തയും പായസവും ഒക്കെ വളരെ കുറച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. വാങ്ങിച്ചാൽ ഇരുന്ന് കഴിച്ചു പോകുമെന്ന് അറിയാം, കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് പായസം. ഒരുപാട് ഇഷ്ടമാണ് എനിക്ക്. മധുരം കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ പായസത്തിൻ്റെയും ഉണ്ണിയപ്പത്തിൻ്റെയും കേക്കിൻ്റെയും ഒന്നും കാര്യം പറയണ്ടല്ലോ. അതുകൊണ്ട് തന്നെ വളരെ കുറച്ചേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. കേക്കൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. നല്ല അടിപൊളിയായിട്ട് അവരുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഡാരിസും കെവിനും അവിടുന്ന് പപ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എന്തൊരു ഭംഗിയിലാണെന്നറിയോ അവിടെ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്. നല്ല ഭംഗിയാണ്. നമ്മൾ ചുമ്മാ അതിലൊന്ന് നടന്നാൽ തന്നെ നമുക്ക് വാങ്ങിക്കാൻ തോന്നും. അത്ര അടിപൊളിയായിട്ടാട്ടോ അവരവിടെ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. കാണാൻ നല്ല ഭംഗിയാണ്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യം എന്നാണെന്നറിയോ, ഈ കാണാനുള്ള ഭംഗി മാത്രമേ ഉള്ളൂ. ചില ഫുഡ് കഴിക്കാൻ വലിയ ടേസ്റ്റ് ഒന്നും തോന്നാറില്ല കേട്ടോ. ഇന്ന് ഞങ്ങൾ വാങ്ങിച്ച പാസ്തയും പായസവും കൊള്ളായിരുന്നു കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു. ഇതുപോലുള്ള മാളിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം പോകുന്ന അല്ലെങ്കിൽ സമയം പോകുന്ന അറിയത്തില്ല കേട്ടോ. എന്ത് പെട്ടെന്നാണ് പോകുന്നത്. നല്ല രസമാണ് കേട്ടോ. നല്ല അടിപൊളിയാണ്. എനിക്കാണെങ്കിൽ ഇങ്ങനെ പുറത്തു പോകാനും കറങ്ങാനൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ആളാട്ടോ ഞാൻ. അങ്ങനെ ഞാൻ അവിടുന്ന് ചെറിയ 1-2 കമ്മലുകളൊക്കെ വാങ്ങിച്ച് ഇനിയിപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.